നമ്മൾ മിക്ക മലയാളികളും പല ഭാഷകളിൽ ഉള്ള സിനിമകൾ ആസ്വദിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലയാളത്തിലെ തമാശയുടെ, കോമഡിയുടെ അത്ര ആഴത്തിലുള്ള കോമഡികൾ മറ്റു ഭാഷകളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. കോമഡി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കൾച്ചർ, സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ അവതരിപ്പിക്കുന്നതിൽ സംസ്കാരം സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ തമാശ മറ്റൊരു പ്രദേശത്തുള്ളവർക്ക് അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ആശയത്തിന് അതിൻ്റെതായ ന്യൂനതകൾ ഉണ്ടാകാം. ഇന്ത്യൻ സിനിമയിലെ മറ്റേതു ഭാഷാ ചലച്ചിത്രം എടുത്താലും കൂടുതലും കാണാവുന്നത് സ്ലാപ്സ്റ്റിക് കോമഡികളാണ്. അതായത് ആഴമില്ലാത്ത, അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത, ചെറിയ കുട്ടികൾക്കും ചിരി ഉണ്ടാക്കുന്ന ഉപരിപ്ലവമായ തമാശകൾ. എന്നാൽ മലയാള സിനിമയിലെ തമാശകൾക്ക് കുറച്ചുകൂടി ആഴമുള്ളതായി കാണാവുന്നതാണ്. അത് പ്രേക്ഷകന് ഒരുപക്ഷെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളത് കൊണ്ട് കൂടിയാണ്. മറ്റു ഭാഷാ സിനിമകളിലെ തമാശയെ മലയാള സിനിമയിലെ തമാശയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന് രണ്ട് പ്രധാന വെല്ലുവിളികളുണ്ട്. മറ്റു വികാരങ്ങൾ, ദേഷ്യമായിക്കൊള്ളട്ടെ, സങ്കടമായിക്കൊള്ളട്ടെ, ഇവയെല്ലാം അഭിനേതാവിന്റെ മുഖത്തു നിന്ന് കാണിക്ക് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിലും തമാശ അവതരിപ്പിക്കുമ്പോൾ അഭിനേതാവിന്റെ മുഖത്ത് വിരോധാഭാസം എന്ന് തോന്നിക്കുന്ന ഒരു ഭാവം ആകാം ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു പ്രദേശവാസിക്ക് തൻ്റേത് അല്ലാത്ത ഒരു കൾച്ചറിലെ തമാശ പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാതെ പോകും. അതുപോലെ തന്നെ പല പ്രാദേശിക പ്രയോഗങ്ങളും മറ്റു സംസ്കാരങ്ങളിലോ പ്രദേശത്തോ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മലയാളത്തിൽ അല്ലെങ്കിൽ കേരളീയന്റെ ഹ്യൂമർ സെൻസ്, നർമ്മബോധം പൊതുവെ കുറച്ചുകൂടി ആഴത്തിലുള്ളതും മികച്ചതും ആണെന്ന് ഞങ്ങൾ കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ മറ്റു ഇന്ത്യൻ ഭാഷാ സിനിമകളിൽ പലപ്പോഴും കോപ്രായങ്ങളും സ്ഥിരം മണ്ടത്തരങ്ങളും നായകന്റെ കൂട്ടാളിയായ ഒരു കൊമേഡിയൻ എന്ന തരത്തിലൊക്കെ മാത്രം ഹാസ്യത്തെ സമീപിക്കുമ്പോൾ മലയാള സിനിമയിൽ പലപ്പോഴും ഹാസ്യ നടന്മാർക്ക് വലിയ പ്രാധാന്യം ലഭിക്കാറുണ്ട്. മണ്ടത്തരങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സഹനടൻ എന്നതിലൊക്കെ ഉപരി സൃഷ്ടിപരമായി ഹാസ്യത്തെ സമീപിക്കാൻ ഇവിടുത്തെ കലാകാരന്മാർക്ക് അവസരമുണ്ട്. മലയാള സിനിമയിൽ ഹാസ്യം സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥയുടെ ഭാഗമായി തന്നെ ഇഴുകിച്ചേർക്കാനും അതുപോലെ തന്നെ ഒരുപക്ഷെ കേന്ദ്ര കഥാപാത്രം തന്നെ അല്ലെങ്കിൽ നായകൻ തന്നെ ഹാസ്യത്തിലൂടെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അനവധി സിനിമകളും മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഹാസ്യം മുതൽക്കൂട്ടാക്കി സിനിമയെ നയിക്കാൻ കഴിവുള്ള നായക നടന്മാർ മറ്റു ഭാഷകളിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. മലയാളത്തിലെ ഹാസ്യ നടന്മാർ എന്നാൽ കോമഡിയിൽ മാത്രമല്ല അഭിനയത്തിന്റെ എല്ലാ തലങ്ങളിലും തിളങ്ങാൻ കെൽപ്പുള്ളവരാണെന്ന് തെളിയിച്ചിട്ടുമുള്ളതാണ്. ഒരുപക്ഷെ ഹോളിവുഡ് കോമഡി സിനിമകളെക്കാളും നല്ല ഹാസ്യം മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പക്ഷം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.